ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ വിനുവിനെ കണ്ടു. അവർക്ക് ഒരു വീട് വാടകയ്ക്ക് ഏർപ്പാടേക്ക് കൊടുത്ത് അവരെ സുരക്ഷിതരാക്കിയിട്ടാണ് ഞാൻ വരുന്നത്. താക്കോല്. ഞാൻ ഇറങ്ങട്ടെ. ആ, വീട്ടില് വൈഫ് ഒറ്റയ്ക്കേ ഉള്ളൂ. അവള് പ്രഗ്നന്റാ. ഓ, ഞാനത് മറന്നു. ഏതായാലും വലിയ ഉപകാരം. ഒരുപാട് നന്ദിയുണ്ട്. എന്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത സമയത്ത് മരുന്നിന് കാശ് തന്നതും ഹോസ്പിറ്റൽ ബിൽ അടച്ചതും ചേട്ടനാ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഇറങ്ങിയപ്പോ നന്ദി പറയാൻ മുതിർന്ന എന്റെ അമ്മയോട് ചേട്ടൻ പറഞ്ഞത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അമ്മയുടെ സ്വന്തം മകനായി ജഗനുള്ളപ്പോ അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന്. അപ്പ ചേട്ടാ, ഗുഡ് നൈറ്റ്. ശരി. ആ, പിന്നെ ഈ വീടൊന്ന് വൃത്തിയാക്കാൻ പറ്റിയില്ല. അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ ചെയ്തോളാം. ശരി, എന്നാ ശരി, പോട്ടെ. വിനുവേട്ടാ, ഇനിയാണ് നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങളുടേതായ ഒരു ജീവിതം തുടങ്ങേണ്ടത്. എന്താ വിനുവേട്ടത്? ഞാൻ ചെയ്യുന്ന എന്റെ കടമയല്ലേ? മീനാക്ഷി, വീട്ടിൽ നടന്നൊന്ന് ആലോചിച്ച് നീ വിഷമിക്കാൻ നിൽക്കണ്ട. പ്രകാശന്റെ സ്വഭാവം അറിയാലോ. ജയിക്കാൻ വേണ്ടി എന്തും കാണിച്ചു കൂട്ടും. മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്ന ഒന്നും നോക്കില്ല. എന്നാലും എന്നെ കള്ളിന്നൊക്കെ. മീനാക്ഷി കള്ളിയല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അതൊന്നും ഓർക്കണ്ട. മീനാക്ഷി ചന്ദ്രികമ്മയുടെ മക്കളാണല്ലോ എന്നോർത്ത് ക്ഷമിച്ചേക്ക്. എല്ലാം എന്റെ സമയദോഷം കൊണ്ട് സംഭവിച്ചതാ. പാവം, ഇപ്പോ വിനുവേട്ടനും കൂടെ പെരുവഴിയില്ലേ. എന്താ മീനാക്ഷി ഇങ്ങനെ? ഞങ്ങളുടെ വിനുവേട്ടൻ ഇനിയാണ് ജീവിക്കാൻ പോകുന്നത്. ആ, എന്നാ പിന്നെ ഞാനും ഇറങ്ങുക. ശരി. അച്ഛനമ്മ എന്നോട് ക്ഷമിക്കണം. പണത്തിന് മാത്രം മൂല്യം കൊടുക്കുന്ന ഒരു ഭർത്താവ് കെട്ടിയ താലിയും ചാർത്തി നിങ്ങളോടൊക്കെ മാപ്പ് ചോദിക്കാനല്ലാതെ മറ്റൊന്നും എനിക്ക് പറ്റില്ല. ഇതേപോലൊരു അച്ഛനെയും അമ്മയും കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ താലിച്ചരട് പൊട്ടിച്ചെറിഞ്ഞ് എന്നെ ഇവിടുന്ന് പടിയിറങ്ങി പോയേനെ. നിങ്ങളുടെയൊക്കെ സ്നേഹം അനുഭവിച്ച് കൊതി തീരാത്തവളാ ഞാൻ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്നത്. സുചിത്രടുത്തി, എന്താ ഇങ്ങനെ? മീനാക്ഷി സ്വർണം മോഷ്ടിച്ചു എന്ന് ഇവിടെ ആരും വിശ്വസിച്ചിട്ടില്ല. ജഗൻ അവരെ തേടി പോയിട്ടുണ്ട്. എന്റെ വിനുമോന് എല്ലാരും സ്നേഹിക്കാനേ കഴിയും. അത് എന്റെ കുഞ്ഞിനിങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. മോനെ, എന്റെ കുഞ്ഞുങ്ങളെ കണ്ടോ? കണ്ടു.
കണ്ടുവെന്ന് മാത്രമല്ല, അവർക്ക് താമസിക്കാൻ വീടും അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടാ ഞാൻ വരുന്നത്. സത്യാണോ മോനെ? അതോ നീ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ? അല്ലമ്മേ, ഞാൻ പറയുന്നത് സത്യ. ഞാൻ വിനുവിനെ കണ്ടു. അവർക്ക് ഒരു വീട് വാടകയ്ക്ക് ഏർപ്പാടേക്ക് കൊടുത്ത് അവരെ സുരക്ഷിതരാക്കിയിട്ടാണ് ഞാൻ വരുന്നത്. എന്റെ ഭാര്യയുടെ ഒരു സഹോദരനല്ലേ വിനുവേട്ടൻ, എനിക്കങ്ങനെ കൈയൊഴിയാൻ പറ്റുമോ? വന്ദനെ, നല്ല ക്ഷീണം, ഒന്ന് കുളിക്കണം. എന്റെ ആറ്റുകാലമ്മേ, നീ എന്റെ കുഞ്ഞുങ്ങളെ കാത്തു. ആരുമില്ലാത്തവർക്ക് ആരെയെങ്കിലുമൊക്കെ സഹായത്തിന് കണ്ടുവച്ചിട്ടുണ്ടാവും ദൈവം. ഇപ്പൊ വിനുവിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ സ്ഥാനത്ത് അവതരിച്ചിട്ടുള്ളത് ജഗനാ. അമ്മേ, വെറുതെ വലിയ വാക്കൊന്നും പറയില്ലേ. ഒരു കൂടപ്പുറപ്പിനോടുള്ള എന്റെ കടമ ഞാൻ ചെയ്തു. കാരണം ഞാനും നിങ്ങളുടെ മകനല്ലേ. അറിയില്ല നിനക്കെന്നെ. എത്ര കൊല ചെയ്താലും വിറയ്ക്കാത്ത കൈകൾ മാത്രമല്ല, കുറ്റബോധമില്ലാത്ത ഒരു മനസ്സും കൂടിയുണ്ട് എനിക്ക്. അതിനെയാണ് എന്റെ എതിരാളികൾ എന്നും ഭയന്നിട്ടുള്ളത്. കൊല്ലും, കൊന്നു തള്ളും നിന്നെ. വേണ്ട വിക്രം, എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ചെയ്തു വന്നതാ. ഈ മരുന്ന് പുറത്തുനിന്ന് വരുത്തിയതാ. അധികം നാൾ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. അതിനിടയില ആ വൃത്തിയുടെ പിള്ളേരെ പന്തറിഞ്ഞ് മരുന്ന് തട്ടിയിടുന്ന ഞാൻ പ്രതീക്ഷയില്ല. സോറി ഡോക്ടർ, ഞാനൊരു ബിസിനസ്സുകാരനാ. മുടക്കുന്ന പണത്തിന് അതിന്റെ റിസൾട്ട് കിട്ടണമെന്ന നിർബന്ധമുണ്ട് എനിക്ക്. സോറി വിക്രം. ഡോക്ടറെ, അവസരങ്ങളാണ് പ്രധാനം. അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവനെ എന്നും ജീവിതത്തിൽ ലക്ഷ്യം കണ്ടിട്ടുള്ളൂ. സാരമില്ല, ഡോക്ടർ ചെയ്യണം. മെഡിസിൻ ഞാൻ ഏർപ്പാടാക്കി കഴിഞ്ഞു.